നമ്മളിനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. അതായത് ഒരു ഫ്രീലി ഫാളിംഗ് ആയിട്ടുള്ള ഒരു ബോളിൻ്റെ മെക്കാനിക്കൽ എനർജി എങ്ങനെ കൺസേർവ്ഡ് ആണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനായി ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു ബോളിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഇതിൻ്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി കൺസർവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എർത്തിൻ്റെ സർഫസിൽ നിന്നും എച്ച് ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ബോളിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു ബോളിനെ കൺസിഡർ ചെയ്യാണ്. ഈ ബോൾ എന്ന് പറയുന്നത് ഇത് ബോളാണ്. ഈ ബോൾ എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൻ്റെ എച്ച് ഹൈറ്റ് അകലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വരയ്ക്കാം, അതിൻ്റെ ഹൈറ്റ് ഒന്ന് വരയ്ക്കാം. ഈ ഹൈറ്റാണ് എച്ച്. ഓക്കെ, എച്ച് ഹൈറ്റിലിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? ഈ ഉയരത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഈ ബോളിനെ എന്ത് ചെയ്യുന്നു? താഴേക്ക് വിടുന്നു അല്ലേ? അപ്പോൾ ബോൾ താഴേക്ക് ഫ്രീ ആയിട്ട് ഫോൾ ചെയ്യുന്നു. ഈ ബോൾ സഞ്ചരിച്ച പാതയിലുള്ള പോയിൻ്റാണ് ബിയും സിയും. അപ്പോൾ ഞാൻ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ബോളിൻ്റെ ആദ്യത്തെ പോയിൻ്റ് എ എന്നെടുക്കാം. ഇനി ബോളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴോട്ട് വിടുന്നു അല്ലേ? താഴോട്ട് വിടുമ്പോൾ ആ ബോൾ സഞ്ചരിക്കുന്ന ഒരു പോയിന്റിന് നമുക്ക് ബി എന്നും മറ്റൊരു പോയിന്റിന് നമുക്ക് സി എന്നും കൊടുക്കാം. ഈ തൊട്ട് താഴെ എത്തുന്നതിന് മുന്നേ ഉള്ളൊരു പോയിൻ്റാണ് സി എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ മുകളിൽ നിന്നും ഒരു പന്തിനെ നമ്മൾ താഴോട്ട് ഇടുമ്പോൾ അതിരിക്കുന്ന ഓരോ പോയിന്റും നമ്മൾ കണ്ടു. അത് ഉയരത്തിൽ ഇരിക്കുമ്പോൾ ഉള്ള പോയിന്റാണ് എ, പിന്നെ വരുന്ന രണ്ട് പോയിന്റാണ് ബിയും സിയും. ഇപ്പം നമുക്ക് മനസ്സിലായി എ തൊട്ട് ഗ്രൗണ്ട് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എച്ച് ആണ്. ഇനി ബോള് ഈ ബി എന്ന് പറയുന്നൊരു പോയിന്റിലോട്ട് എത്തുന്നു. ഈ ബോൾ എന്ത് ചെയ്യും? നമ്മൾ താഴോട്ട് ഇടുമ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റിലോട്ട് എത്തുമല്ലോ. ഈ ഒരു പോയിന്റിലോട്ട് ബോൾ എത്തുമ്പോൾ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ആ ഒരു ഹൈറ്റിന് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഓക്കെ, അതായത് എ തൊട്ട് ബി വരെയുള്ള ദൂരത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി ബി തൊട്ട് സി വരെയുള്ള ദൂരം അപ്പോൾ എന്തായിരിക്കും? ടോട്ടൽ ദൂരം എന്ന് പറയുന്നത് എച്ച് ആണ്. അതിൽ നിന്നും എക്സ് എന്ന് പറയുന്ന ദൂരം മൈനസ് ചെയ്താൽ നമുക്ക് ബി തൊട്ട് സി വരെയുള്ള ദൂരം കിട്ടും. അപ്പോൾ നമുക്കത് ഈ ഡിസ്റ്റൻസും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലിരിക്കുമല്ലോ. ഒരു പന്തിനെ നമ്മൾ ഫ്രീ ആയിട്ട് താഴോട്ട് വിടുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോയിന്റ് എ, പിന്നീട് വരുന്ന രണ്ട് പോയിൻ്റാണ് ബിയും സിയും. പോയിന്റ് എയിൽ നിന്നും ഗ്രൗണ്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എച്ച് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എക്സ് ആയിട്ടും ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എച്ച് മൈനസ് എക്സ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മളിവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ബോളിൻ്റെ ഓരോ പോയിന്റിലും ഉള്ള ഹൈറ്റാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് ഉണ്ട്. എ തൊട്ട് ബി വരെ എക്സ് ഉണ്ട്, ബി തൊട്ട് സി വരെ എച്ച് മൈനസ് എക്സ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഓരോ പോയിന്റിലും ഉള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടെത്തും, അതുപോലെ ബി എന്ന പോയിന്റിൽ, അതുപോലെ സി എന്ന പോയിന്റിൽ. അപ്പോൾ ഇത് കൺസേർവ്ഡ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പോയിന്റ് എയിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജി കണ്ടുപിടിക്കാം, പിന്നീട് പോയിന്റ് ബിയിലുള്ളത്, പിന്നീട് പോയിന്റ് സിയിലുള്ളത്. അപ്പോൾ ആദ്യം പോയിന്റ് എയിലുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് ടോട്ടൽ എനർജി എന്ന് കൊടുക്കുകയാണ്, ടി എന്ന് കൊടുക്കുകയാണ്. ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് അവിടുത്തെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക, അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ എനർജി കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ആദ്യത്തെ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ ബോൾ എന്ന് പറയുന്നത് റെസ്റ്റിലാണ് അല്ലേ? അതായത് ബോളിനെ നമ്മൾ താഴോട്ട് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മോഷനുമായി ബന്ധപ്പെട്ട എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയിന്റ് എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബോളിന് മോഷൻ ഇല്ല. അവിടെ ആ ഒരു പോയിന്റ് എ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വെലോസിറ്റി തുടങ്ങിയിട്ടില്ല. ആ ഒരു ഉയരത്തിലാണ് നിൽക്കുന്നത്, എച്ച് ഹൈറ്റിലാണ് അത് നിൽക്കുന്നതല്ലേ? അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പക്ഷേ ആ ഒരു ഹൈറ്റിൽ എന്തില്ല? കൈനറ്റിക് എനർജി ഇല്ല. അപ്പോൾ നമുക്ക് പോയിന്റ് എയിലെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് എഴുതാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 0 ആണ്. ബോൾ നമ്മൾ ഇടാനായിട്ട് തുടങ്ങുവാണ് അല്ലേ? അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി 0 ആണ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല നമുക്കറിയാം. എന്താണ്? mgh. എം എന്ന് പറയുന്നത് മാസാണ്, ജി എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്, എച്ച് എന്ന് പറയുന്നത് ഉയരമാണ്. അപ്പോൾ ഇവിടുത്തെ ഉയരം എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഉയരം ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഗ്രൗണ്ട് തൊട്ട് ബോൾ വരെയുള്ള, അതായത് എ എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എച്ച് ആണ്. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ഇട്ട് കൊടുത്താൽ മതി? ഉയരത്തിന് എച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടിക്കഴിഞ്ഞു. ഇനി ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ പാടില്ല. എന്ത് ചെയ്താൽ മതി? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ 0 പ്ലസ് mgh. നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ എനർജി mgh എന്ന് കിട്ടി. അപ്പോൾ പോയിന്റ് എയിലുള്ള ടോട്ടൽ എനർജി നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് ബിയിലോട്ട് പോവാം. അപ്പോൾ ബോൾ ഉയരത്തിൽ നിന്നും ഒരു വെലോസിറ്റിയൊക്കെ ഉണ്ട്. വെലോസിറ്റിയിൽ വന്ന് ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലോട്ട് ബോൾ എത്തി.
അപ്പോൾ ബോൾ എത്തുമ്പോൾ അവിടുത്തെ നമുക്ക് ഹൈറ്റ് ഒന്ന് നോക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് h-x ആണ്. കാണാമല്ലോ, ഗ്രൗണ്ടിൽ നിന്നും ഈ ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് h-x ആണ്. ഇനി ബോളിന് എന്തുമാത്രം മാറ്റം വന്നു, ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു. ബോളിന് വന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് x ആണ്. ഇനി നമുക്ക് പഴയതുപോലെ ടോട്ടൽ എനർജി തന്നെ കണ്ടുപിടിച്ച് നോക്കാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി നമുക്ക് ആദ്യം നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല നമുക്കറിയാം, mg ഇൻറ്റു ഹൈറ്റ് ആണല്ലേ. ഇവിടുത്തെ ഹൈറ്റ് എത്രയാണ്? ബി എന്ന് പറയുന്ന പോയിന്റ്. ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രൗണ്ടിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഹൈറ്റ് അതെന്ന് പറയുന്നത് h-x ആണ്. h-x ഫിഗറിൽ നോക്കുമ്പോൾ മനസ്സിലാവും, h-x ആണ്. നമുക്ക് ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ mgh മൈനസ് mgx പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇനി നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ആ പോയിന്റിലുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്കറിയാം, ½ ആണ്. അപ്പോൾ നമുക്കിവിടെ v², ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് അറിയത്തില്ല അല്ലേ. അപ്പോൾ നമുക്കൊരു ഇക്വേഷനിലൂടെ നമുക്കത് കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്, v² = u² + 2as. നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചൊരു ഇക്വേഷനാണ് v² = u² + 2as. ഇനിഷ്യലി നമ്മൾ ഈ പന്തിനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് എറിയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ u എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. അതുപോലെ നമ്മൾ താഴോട്ടല്ലേ എറിയുന്നത്, താഴോട്ട് എറിയുന്നുണ്ട്. ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്, g ആണ്. അപ്പോൾ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഗ്രാവിറ്റി g എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എസ് എന്താണെന്ന് നോക്കാം. എസ് എന്ന് പറഞ്ഞാൽ ആ പന്തിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ പന്തിന് സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പന്ത് എത്ര ദൂരം മാറി അല്ലേ. ഇപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്ര ദൂരം മാറി, എത്ര ദൂരമാണ്? എക്സ് ദൂരം മാറി അല്ലേ. അപ്പോൾ എസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. ഓക്കെ ആണല്ലോ. നമുക്കിത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് v² = u എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് 2gx എന്ന് കിട്ടും. അതായത് നമുക്ക് v² എത്ര കിട്ടും? 2gx എന്ന് കിട്ടി. 2gx ഓക്കെ ആണല്ലോ, 2gx എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ ആണ്. അപ്പോൾ v² പകരം ഈ 2gx ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി എഴുതാം. കൈനറ്റിക് എനർജി = ½ m × 2gx. 2 × ക്യാൻസലായി പോയി. നമുക്ക് കിട്ടുന്നത് എന്താണ്? m × g × x. അപ്പോൾ നമുക്കിവിടെ പൊട്ടൻഷ്യൽ എനർജി mgh മൈനസ് mgx എന്ന് കിട്ടി. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ ഇവിടെ കൈനറ്റിക് എനർജിയും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എനർജി എഴുതാമല്ലോ. ടോട്ടൽ എനർജി ഇത് രണ്ടും കൂടി സം ചെയ്താൽ മതി. നമുക്ക് ടോട്ടൽ എനർജി എഴുതാം. ടോട്ടൽ എനർജി = കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജി നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? mgx ആണ് നമുക്ക് കിട്ടിയത്. mgx പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് mgh മൈനസ് mgx. ക്യാൻസലായി പോകും. mgxും മൈനസ് mgxും കൂടെ ക്യാൻസലായി പോകും. ലാസ്റ്റ് നമുക്ക് ആൻസർ, ടോട്ടൽ എനർജിയുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടും? mg × h എന്ന് കിട്ടും. അപ്പോൾ പോയിന്റ് എയിൽ ടോട്ടൽ എനർജിയും നമുക്ക് mgh ആണ് കിട്ടിയത്. പോയിന്റ് ബിയിൽ ടോട്ടൽ എനർജിയും mgh ആണ് കിട്ടിയത്. ഇനി നമ്മൾ പോയിന്റ് സിയിൽ ബോൾ എത്തുമ്പോഴുള്ള ടോട്ടൽ മെക്കാനിക്കൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു പോയിന്റാണ് സി. അപ്പോൾ അവിടെയുള്ള ടോട്ടൽ എനർജി നമുക്ക് നോക്കാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നേരത്തെ പോലെ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. നമുക്കറിയാം ഈ ബോൾ താഴേക്ക് എത്തുന്നുണ്ട് അല്ലേ. താഴേക്ക് എത്തുമ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നുള്ള ഹൈറ്റ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഹൈറ്റും ഉയരവുമായി ബന്ധപ്പെട്ട് വരുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഹൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mv² ആണ്. v² കണ്ടുപിടിക്കാൻ നമ്മൾ ഫോർമുല യൂസ് ചെയ്യുന്നു. v² = u² + 2as. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആണ്. a എന്ന് പറയുന്നത് താഴോട്ട് വീഴുന്നതായതുകൊണ്ട് g ആയിട്ട് കൊടുക്കുന്നു. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എസ്. ഇനി ബോളിന് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു? ബോൾ ആദ്യം ഇരുന്നത് ഈ പോയിന്റിലാണ്. ഈ പോയിന്റിൽ നിന്നും എത്ര ഡിസ്പ്ലേസ്ഡ് ആയി ബോൾ? h എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിരിക്കുന്നത് അല്ലേ. അത്രയും വ്യത്യാസത്തിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് ഇവിടെ h ആയിട്ട് മാറും. ഇനി നമുക്കത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ v² = 0 + 2gh. അപ്പോൾ നമുക്ക് v²ൻ്റെ വാല്യൂ 2gh എന്ന് കിട്ടും. ഈ വാല്യൂ എടുത്ത് നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ കൊടുക്കാം. കൈനറ്റിക് എനർജി = ½ mv² ആണ്. അതായത് ½ × m × v²ൻ്റെ വാല്യൂ ആണ് 2gh. 2 ും 2 ക്യാൻസലായി പോയി. നമ്മുടെ കൈനറ്റിക് എനർജി എത്ര കിട്ടും? mgh എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എനർജിയാണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് mgh ആണ്. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ 0 ആണ്.
അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എത്ര തന്നെ കിട്ടി? m×g×h. അപ്പോൾ ഒരു ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒരു ബോളിന് ഓരോ പോയിന്റിലും നമ്മൾ എടുത്തു നോക്കിയപ്പോൾ അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസർവ് ചെയ്ത് വന്നു, അല്ലെങ്കിൽ ഒരേപോലെ വന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് വന്നു. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. ഓരോ പോയിന്റിലുള്ള കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എന്തായിരുന്നു? എ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലും സി എന്ന് പറയുന്ന പോയിന്റിലും mgh തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ABC എന്ന് പറയുന്ന 3 പോയിന്റിലും ടോട്ടൽ മെക്കാനിക്കൽ എനർജി mgh തന്നെ ആയതുകൊണ്ട് നമുക്ക് ടോട്ടൽ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ കൺസേർവ്ഡ് ആണെന്ന് പറയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പവർ ആണ്. പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. നമ്മളിത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പവർ എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്ക് അതാണ് എന്ത് വിളിക്കുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്കാണ്. അപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വർക്കിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റേറ്റ് കിട്ടുന്നില്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? പവറിനെ നമുക്ക് P എന്ന് കൊടുക്കാം. ഇക്വേഷൻ എങ്ങനെ എഴുതാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്കാണ്. അപ്പോൾ W/T എന്ന് കൊടുക്കാം. അതാണ് പവറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W/T ആണ്. ഇനി പവർ എന്ന് പറയുന്നത് സ്കെയിലാർ ആണോ വെക്ടർ ആണോ? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് പവർ എന്ന് പറയുന്നത്. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടാണ്. പിന്നെ നമ്മൾ പവറിൻ്റെ യൂണിറ്റ് ഹോഴ്സ് പവറിലും പ്രസ്താവിക്കും. ഹോഴ്സ് പവർ HP എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഹോഴ്സ് പവർ അതിന് നമുക്ക് HP എന്ന് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം മറ്റൊരു യൂണിറ്റിൽ പ്രസ്താവിക്കുന്നതാണ്. വാട്ടാണ് യൂണിറ്റ്. അതിനെ നമുക്ക് പ്രായോഗികമായിട്ട് നമ്മൾ ഹോഴ്സ് പവറിൽ പറയാറുണ്ട്. അപ്പോൾ HP എന്നാണ്. അപ്പോൾ ഈ 1 HP എത്രയാണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. 1 HP എന്ന് പറയുന്നത് 746 വാട്ടാണ്. 1 HP എന്ന് പറയുന്നത് 746 വാട്ടാണ്. അപ്പോൾ ഇത്രയാണ് പവറിൽ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W/T ആണ് പവറിൻ്റെ ഇക്വേഷൻ. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്. മറ്റൊരു യൂണിറ്റ് ഉണ്ട് ഹോഴ്സ് പവർ. 1 ഹോഴ്സ് പവർ ഈക്വൽ ടു 746 വാട്ട്. ഈ വാല്യൂ ഓർത്ത് വയ്ക്കണം. നമുക്ക് പ്രോബ്ലത്തിലൊക്കെ ഹോഴ്സ് പവറിൽ പ്രസ്താവിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. അതുപോലെ പവറിൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. അത് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്താണെന്നുള്ളത് നോക്കാം. ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറയുമ്പോൾ നമ്മളിത് മുന്നേ ഇങ്ങനെ ഒരു വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ്, അതായത് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഓരോ ഇൻസ്റ്റൻറ്റിലും ഉണ്ടാകുന്ന പവർ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറയാം. ഇൻസ്റ്റൻറ്റേനിയസ് പവർ കണ്ടുപിടിക്കുന്നത് ചെറിയ ഏത് ഇൻസ്റ്റൻറ്റിലും ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? dW/dt. W/T ആണ് പവർ. അപ്പോൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് അതിൻ്റെ പവർ എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? dW/dt ആണ്. dW/dt. ഇനി നമുക്ക് പവറും ഫോഴ്സും വെലോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നുള്ളത് നോക്കാം. പവർ, ഫോഴ്സ്, വെലോസിറ്റി. അപ്പോൾ പവറിനെയും ഫോഴ്സിനെയും വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ്? dW/dt ആണ് ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ആ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് dW/dt ആണ്. ഇനി നമുക്കറിയാം നമ്മൾ വർക്കിൻ്റെ ഫോർമുല നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യമേ പഠിച്ചു. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റ്, അതായത് സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എഴുതാം. ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് DS. ഓക്കെ, അപ്പോൾ നമുക്ക് F.ds എന്ന് എഴുതാം. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യമേ പഠിച്ചൊരു ഇക്വേഷനാണിത്. dW=F.ds. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എടുത്ത് എന്ത് ചെയ്യാം? ഈ പവറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ dWന് പകരമായിട്ട് നമുക്ക് F.ds കൊടുക്കാം. ഡിവൈഡഡ് ബൈ dt. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് കൊടുക്കാം? ds/dt പകരം എന്ത് കൊടുക്കാം? വെലോസിറ്റി എന്ന് കൊടുക്കാം. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? P=F×v എന്ന് വരും. അപ്പോൾ നമുക്ക് പവറിന് മറ്റൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഫോഴ്സിനെയും വെലോസിറ്റിയും കൂടി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. അപ്പോൾ പവറിൻ്റെയും ഫോഴ്സിൻ്റെയും വെലോസിറ്റിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ P=Fv. F×v. F എന്ന് പറയുന്ന ഫോഴ്സാണ്, v എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ഈ ഇക്വേഷൻ നമ്മൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. പവർ = ഫോഴ്സ് × വെലോസിറ്റി. ഇനി നമുക്ക് ഒരു പോയിന്റും കൂടെ പഠിക്കുമ്പോൾ ഈ ചാപ്റ്റർ തീരും. നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്താണെന്നുള്ളതാണ്. അത് എന്താണെന്നുള്ളത് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് നമുക്കറിയാവുന്നതാണ് കിലോ വാട്ട് അവർ.
കിലോ വാട്ട് അവർ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. ഇനി 1 കിലോ വാട്ട് അവർ എത്രയാണെന്നുള്ളതും കൂടെ നമ്മൾ പഠിച്ചു വയ്ക്കുക. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻⁶ ജൂളാണ്. 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 3.6 ഇൻറ്റു 10⁻⁶ ജൂളാണ്.